തിരുവേഗപ്പുറ വിളത്തൂരിൽ അജ്ഞാതന്റെ കുത്തേറ്റ് യുവാവിന് പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെയാണ് സംഭവം. തിരുവേഗപ്പുറ വിളത്തൂർ സ്വദേശിയായ രതീഷ് ഈ സമയം വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഒരാൾ വീട്ടുമുറ്റത്ത് പതിഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ രതീഷിനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിനിടയിൽ രതീഷിന്റെ കൈക്കും കഴുത്തിനും കുത്തേറ്റു. വിവരമറിഞ്ഞ വീട്ടുകാരെത്തി രതീഷിനെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചെന്നപ്പോൾ പെട്ടെന്ന് കൈകളിൽ എന്ത് വെച്ചിട്ട് വീഴ്ച കയ്യിൽ തട്ടും ചെയ്ത് കഴുത്തിൽ കൊള്ളും ചെയ്ത് ചവിട്ടിയൊക്കെ ആൾക്കാരൊക്കെ വന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കിട്ടില്ല. ബംഗാളികൾ അങ്ങനത്തെ അധികം സംശയം ഉണ്ടോ? ഒന്നും ഒപ്പിക്കാറില്ല. നിങ്ങളാളെ വ്യക്തമായി കണ്ടിരുന്നു? അതായത് കണ്ടു, പക്ഷേ പെട്ടെന്ന് നിങ്ങൾ ഉന്തിട്ട് ചെയ്ത് വീശ ചെയ്തു അതുപോലത്തെ വീശി ഈ കയ്യൊക്കെ തട്ടിയാണ്. തട്ടുമ്പോൾ കഴുത്തിൻ്റെ ഈ ഫ്രണ്ടിൽ പോയിട്ട് ബ്ലഡ് വന്നു. എന്നുള്ളത് ഇവിടെ പിടിച്ചപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ ആ ബ്ലഡാണ്. ഇത് അത് ഓടിപ്പോയി. അറ്റാക്കിങ് തന്നെയായിരുന്നു. അതായത് ആളെ മോഷ്ടിച്ചിട്ടൊന്നുമില്ല. വണ്ടിയുടെ പുറകിൽ നിൽക്കില്ല. നമ്മൾ വണ്ടിയുടെ എന്തെങ്കിലും വണ്ടി എന്തായിരുന്നു വണ്ടി വീട്ടിലുണ്ടായിരുന്നു? നിങ്ങൾ തന്നെയല്ലേ ഉടമസ്ഥ? കൈക്കും കഴുത്തിനും പരിക്കേറ്റ രതീഷ് ചികിത്സയിലാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അക്രമം നടത്തിയത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. മോഷ്ടാവാണെന്ന സംശയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് ഈ യുവാവ്. ന്യൂസ് ഡെസ്ക് 3 Max Live. കോട്ടപ്പുറം ഫെസ്റ്റ് 2025. നിങ്ങൾ കാത്തിരുന്ന ആഘോഷ സുദിനങ്ങൾ ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കോട്ടപ്പുറം ഫെസ്റ്റ് 2025. വളാഞ്ചേരി കോട്ടപ്പുറത്തെയും സമീപദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ ആഘോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ഉല്ലാസത്തിന്റെയും അതിശയ ദിനരാത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കോട്ടപ്പുറം പൗരസമിതി കാഴ്ചവെക്കുന്നു കോട്ടപ്പുറം ഫെസ്റ്റ് 2025. ഏപ്രിൽ 4 മുതൽ കോട്ടപ്പുറത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൈതാനിയിൽ. പ്രദർശന സമയം ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെ. ഏവർക്കും കുടുംബസമേതം സ്വാഗതം.